എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു കൃഷ്ണാനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആദ്യം പറയട്ടെ, ത്രിമധുരം ഒരു വർഷമായിട്ട് നമ്മൾ കൃഷ്ണാനുഭവങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുറേ വീഡിയോസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഒരു 120ഓളം വീഡിയോസ്. അത് യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം മറ്റുള്ളവരുടെ വോയിസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ അയച്ചു തന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഓർമ്മപ്പെടുത്തുക കേട്ടോ, എന്നതാണ് അയച്ചു തന്നത് എന്നുള്ളത്. കഴിയുന്നതും നിങ്ങൾ വോയിസ് അയക്കാതിരിക്കുക. എനിക്ക് വോയിസ് കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല. എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചാനലിൽ കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പം കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ. പിന്നെ ഈ കുറച്ച് നീട്ടി അയക്കുന്ന വീഡിയോസ് നമ്മൾ വലിയ ലെങ്ത് വീഡിയോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. അല്ലാതെ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് കേട്ട് നോക്കാം. ശ്രീദേവി പ്രസാദ്, നല്ല പേരാണല്ലേ. അപ്പോൾ ശ്രീദേവി പ്രസാദ് അയച്ചു വന്നിട്ടുള്ള അനുഭവമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ശ്രീദേവി പ്രസാദ്. ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ത്രിമധുരം ഗ്രൂപ്പ് ഞാൻ കേൾക്കാറുണ്ട്. കേൾക്കുമ്പോഴെപ്പോഴും വിചാരിക്കും എൻ്റെ അനുഭവം ഭക്തരുമായി പങ്കുവച്ചാലോ എന്ന്. ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. 2008 ഞാനും എൻ്റെ ഭർത്താവും കൂടി 3 ദിവസത്തെ ഭജനയ്ക്കായിട്ട് ഗുരുവായൂരിലെത്തിയത്. അദ്ദേഹത്തിന് ആസ്മയുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തലേ ദിവസം വൈകിട്ട് വന്നു. പിറ്റേ ദിവസം അതിരാവിലെ നിർമാല്യം തൊഴുതു. പിന്നെ അവിടെ ഇരുന്ന് നാമജപം. ഭഗവാന്റെ പ്രസാദം ഉച്ചയ്ക്ക് കഴിക്കും. ആദ്യ ദിവസം ഭക്ഷണത്തിനായി നിന്നപ്പോൾ പാലക്കാട്ട് നിന്ന് വന്ന ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം പെൻഷനർ ആയിരുന്നു. എല്ലായ്പ്പോഴും ഗുരുവായൂർ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ശ്രീകോവിലിൽ നിന്ന് കിട്ടിയ മഞ്ഞപ്പട്ടുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്കും സന്തോഷമായി. പക്ഷേ പിന്നീടുള്ള 2 ദിവസവും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ ചേട്ടനോട് പറയും, അദ്ദേഹത്തെ കണ്ടില്ലല്ലോ, നമുക്ക് ഉടയാട കിട്ടുവാൻ ആയിട്ടുണ്ടാവില്ല എന്ന്. മനസ്സിനും വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും കിട്ടുവാണെങ്കിൽ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ചു പോരേണ്ട 4ാം ദിവസം രാവിലെ ദർശനം കഴിഞ്ഞ് പുറത്ത് പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു വരുമ്പോൾ അതാ അദ്ദേഹം എതിരെ നടന്നു വരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മടിയിൽ നിന്നും ഒരു സ്വർണ്ണച്ചെപ്പിന്റെ പകുതിയിൽ ചുവന്ന ചെറിയ പട്ടുതുണിയിൽ പൊതിഞ്ഞ മഞ്ഞ ഉടയാട ഞങ്ങൾക്ക് തന്നു. സന്തോഷമായി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ഭഗവാന്റെ രൂപം വാങ്ങാം. ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊട്ടടുത്തുള്ള കടയിൽ കയറി. കടയിൽ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരൊറ്റ എടുത്ത് മെലിഞ്ഞ ഒരു യുവാവ് കടയിലേക്ക് കയറി വന്നത്. ഞാൻ കണ്ണന്റെ ചെറിയ ഒരു രൂപം കാണിച്ചു. അതെടുത്ത് തന്ന് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് നടന്നകന്നത് നോക്കി ഞാൻ നിന്നു. അപ്പോഴാണ് അദ്ദേഹമല്ല കടക്കാരൻ എന്ന് മനസ്സിലായത്. കടക്കാരൻ വന്ന് കടയിൽ നിന്ന് എന്നോട് പറഞ്ഞു 350 രൂപ എന്ന്. എന്താണ് എനിക്ക് സംഭവിച്ചതെന്നറിയില്ല. എൻ്റെ കയ്യിൽ ഈ കൃഷ്ണവിഗ്രഹം എടുത്തു തരാനായിട്ട് ആരോ ഒരാൾ വന്നു. അതെൻ്റെ കണ്ണൻ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ആ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. വിഷുവിന് ഈ കണ്ണനെ അന്ന് കിട്ടിയ ഉടയാട എപ്പോഴും ചാർത്താണുണ്ട്. ഞാനിപ്പോൾ വലിയൊരു ഹൃദയവേദനയിലാണ്. ഭഗവാൻ അതിനൊരു പരിഹാരം കാണുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണവിഗ്രഹം വാങ്ങാൻ കയറുന്ന കടയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിയതെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടെ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭാരത സംസ്കാരത്തിലുള്ളതാണല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കയറാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനൊക്കെ എന്ത് തന്നെയായാലും അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഫലം നമുക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണല്ലേ. അപ്പോൾ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ്. ഹരേ കൃഷ്ണ.